തുടരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ 8-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്ന തീയതി തീരുമാനിച്ചത്. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. ഇപ്പോൾ ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ആൻമരിയ, 7 വർഷത്തോളം നീണ്ട വിചാരണ, ഈ ഘട്ടത്തിലൊക്കെ കണ്ട അതിസാധാരണമായ നാടകീയ സംഭവങ്ങളേറെ, അങ്ങനെ കേസിലൊടുക്കം വിധി പറയുന്നു. എന്ത് പ്രതീക്ഷിക്കാം നമുക്ക്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈല, കേരളം ഉറ്റുനോക്കുന്ന കേസിലാണ് അന്തിമ തീർപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഡിസംബർ 8-ന് വിധി പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ആ കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് അതിനകത്ത് 8-ാം പ്രതിയാണ്. 9 പ്രതികളാണ് ഉള്ളത്. 28 സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയിരിക്കുന്നത്. ഏകദേശം ഈ കഴിഞ്ഞ നാളുകൾക്കിടെ, അതായത് വിചാരണ ആരംഭിച്ചത് മുതൽ 261 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. അതിൽ 28 സാക്ഷികൾ ഇതിനോടകം തന്നെ കൂറുമാറിയിട്ടുമുണ്ട്. പല നാടകീയതയും ഇതിനിടയ്ക്ക്, അതായത് 2018 വിചാരണ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ കോവിഡ് വരുന്നു. അങ്ങനെ 2 വർഷക്കാലം ഈ വിചാരണയിൽ തടസ്സങ്ങൾ നേടുന്നു. പിന്നീട് 2021 ഡിസംബർ ആകുമ്പോഴത്തേനുമാണ് വിചാരണ ആരംഭിക്കുന്നത്. 2024 ആകുമ്പോഴത്തേനും അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അതിനിടയിലും ഈ സമയങ്ങളിലെല്ലാം പല നാടകീയതയും അതിനകത്തുണ്ടായിട്ടുണ്ട്. നടി കോടതിയെ സമീപിക്കുന്നു. നടൻ ദിലീപ് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ അതെല്ലാം ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഹൈക്കോടതി ഈ കേസിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതി നടൻ ദിലീപിന്റെ കേസ് തള്ളിക്കളയുന്നു. അങ്ങനെ പിന്നീട് വിചാരണ അതിന്റെ പൂർണ്ണഘട്ടത്തിലേക്ക് എത്തുന്നു. ഇതിനിടയിലാണ് സിനിമാ മേഖലയിലടക്കം ചർച്ച ചെയ്തുകൊണ്ട് പല വിഷയങ്ങളും ഉയർന്നു വരുന്നത്. പ്രമുഖ നടികളൊക്കെ മുഖ്യമന്ത്രിക്കടക്കം സിനിമാ മേഖലയിൽ തങ്ങൾ നേരിടുന്ന ദുരനുഭവം എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്നു. അതിനുശേഷമാണ് ഇതിനകം സിനിമാ മേഖലയെ തന്നെ കാണിച്ചുകൊണ്ടുള്ള ഹേമ കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നീട് മെമ്മറി കാർഡ് വിവാദം വരുന്നു. ഇത്തരത്തിൽ ഒരു ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ദിലീപുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിസ്താരം. അതിൽ ഇനി നമുക്ക് അറിയേണ്ടത് ദിലീപിനെതിരെയുള്ള ഇതാണ്. ദിലീപ് എന്ത് വിധിയായിരിക്കും ദിലീപിന് വരുന്നത് എന്നാണ് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടത്. കാരണം പല സാക്ഷികളും കൂറുമാറിയ സ്ഥിതിക്ക് എന്തൊക്കെ തെളിവുകൾ നൽകിയിട്ടുണ്ട്, ഏതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് 8-ാം തീയതി എന്തായാലും വിധി വരാൻ പോകുന്നതും. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.